എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് അബിയുടെയും ജാനകിയുടെയും നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ നമ്മൾ കാണുന്ന പൊന്നൂസിനെ കൂട്ടിക്കൊണ്ട് നിരഞ്ജന ജാനകിയുടെ അരിയിലേക്ക് വരുവാണ്. അങ്ങനെ അവിടെ വന്നു കഴിഞ്ഞപ്പം രാധാമണി വത്സരെ കാണുന്നുണ്ട്. പൊന്നൂസിന് ഭയങ്കര സന്തോഷമായിരുന്നു അമ്മമ്മയെ കണ്ടു കഴിഞ്ഞപ്പത്തിനും. അങ്ങനെ പൊന്നൂസ് ഓടിപ്പോയി രാധാമണി വത്സരെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. പിന്നീട് ചോദിച്ചു, അതെ അമ്മമ്മയ്ക്ക് സുഖമാണെന്നൊക്കെ ചോദിക്കുകയാണ്. ആ ചോദ്യം കേട്ടിട്ട് പൊന്നൂസിന്റെ മുഖത്ത് നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. സാധാരണ അതൊന്നും പതിവുള്ളതല്ല, പക്ഷെ പൊന്നൂസ് വന്നു കഴിയുമ്പോൾ എന്തോ ആ മുഖത്ത് പ്രത്യേക ഒരു ഐശ്വര്യം വരും. പൊന്നൂസിനെ ഭയങ്കര കാര്യമാണ്, ചേർത്ത് പിടിക്കും, ഉമ്മ വെക്കുകയൊക്കെ ചെയ്യും. ഇതെല്ലാം കണ്ടുകൊണ്ട് നിരഞ്ജനയും ജാനകി അവിടെ നിൽക്കുകയാണ്. പിന്നീട് നിരഞ്ജന പറഞ്ഞു, എന്തൊരു ഐശ്വര്യ എടുത്തിയുടെ അമ്മയുടെ മുഖത്ത് കണ്ടില്ലേ, എടുത്തിയപ്പോൾ തന്നെ ഇരിക്കണമെന്ന് പറയണം. ഒരു പക്ഷേങ്കിൽ ചെറുപ്പത്തിലെ എടുത്ത് തന്നെ ആയിരിക്കണം എന്ന് പറയണം. ഇത് കേട്ടപ്പോൾ ജാനകി, അത് ശരി തന്നെയാ, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അമ്മയ്ക്ക് ഇതുവരെ ആയിട്ടും ഓർമ്മ തിരികെ കിട്ടിയിട്ടില്ല. അതൊക്കെ ശരിയാവും ജാനി എടുത്തിന്ന് പറയാം. അല്ല, ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നില്ലെന്ന് വയ്ക്കും, അതൊക്കെ അതിൻ്റെ വഴിക്ക് നടക്കുന്നുണ്ട്. പക്ഷെ ഇതുവരെ ആയിട്ടും അമ്മയ്ക്കൊരു മാറ്റവും കാണുന്നില്ല എന്ന് പറയണം. അല്ല, ജാനിയടുത്ത് സങ്കടപ്പെടാതിരിക്കുക, പെട്ടെന്ന് ഒരു ദിവസം അങ്ങനെ നേരെയാന്ന് നോക്കിയാൽ നേരെയാകത്തില്ലോ. ഇത്രയും വർഷക്കാലം ഒരു ഇമ്പ്രൂവ്മെൻറ്റും ഇല്ലാതിരുന്നല്ലേ. അപ്പം അതൊക്കെ മെഡിസിനൊക്കെ കഴിച്ച് അതിൽ നിന്നൊക്കെ റിക്കവറായിട്ട് വരണമെന്ന് പറയണം. ഇനി ഒരു ഡോക്ടറെ കൂടെ കാണാൻ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ നിരഞ്ജനോട് ജാനകി പറയണം. സാരമില്ല, ആ ഡോക്ടറെ കണ്ട് ശരിക്കും ഭേദമായതിനു ശേഷം മാത്രം വീട്ടിലേക്ക് വന്നാൽ മതി എന്ന് പറയാം. ജാനകി പറഞ്ഞു, അതേ എൻ്റെ ഉദ്ദേശം, എങ്ങനെയെങ്കിലും അമ്മയ്ക്ക് ഓർമ്മശക്തി വീണ്ടും കിട്ടണം. പക്ഷേ അതുവരെ വീട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ പല പ്രശ്നങ്ങളും ഉണ്ടാവുമെന്ന് പറയാം. ഇത് കേട്ടപ്പോൾ നിരഞ്ജന പറഞ്ഞു, അതൊന്നും ജാനിയെടുത്ത് കാര്യമായിട്ട് എടുക്കണ്ട. ആകെപ്പാടെ അവരുടെ പ്രശ്നം ഉണ്ടാക്കുന്ന ആരാന്നറിയാലോ. അപർണ മാത്രമായിരിക്കും അവിടെ പ്രശ്നം ഉണ്ടാക്കുന്ന ആള്. അവരുടെ മൈൻഡ് ചെയ്യാതിരുന്നാൽ മതി. അപർണ തലപോക്കായിരുന്ന വേറെ ഒരു കുഴപ്പമില്ല. പിന്നെ ഇപ്പം തന്നെ സംശയങ്ങളായി കാണും. പൊന്നൂസിനെയും കൂട്ടി ഞാനും കൂടി പോന്നപ്പം ഞാനും പൊന്നൂസും കൂടെ എങ്ങോട്ടാ പോയെന്നൊരു ചിന്ത മനസ്സിൽ വന്നു കാണുമായിരിക്കും. എന്നാലും ജാനി അടുത്ത് തളരരുത്. ഇവിടെ എന്തൊക്കെ പ്രതിസന്ധി ഉണ്ടായാലും അമ്മയ്ക്ക് ഓർമ്മശക്തി തിരികെ കിട്ടണമെന്ന് ഓർത്ത് ഉറച്ച് വിശ്വാസത്തോട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ പ്രപഞ്ചം തന്നെ ജാനി അടുത്തിട്ട് കൂടെ നിൽക്കുമെന്ന് പറയണം. ഉറപ്പായിട്ടും ഞാൻ പറയാം. ഇത് കേട്ടതും ഒരു നിമിഷം ആലോചിച്ചിട്ട് ജാനകി പറഞ്ഞു, അതെ നിരഞ്ജനയുടെ നാവ് പൊന്നായിരിക്കട്ടെ, അത് അതുപോലെ തന്നെ സംഭവിക്കട്ടെ എന്ന് പറയണം. പിന്നീട് നിരഞ്ജന പറഞ്ഞു, അതെ ഓർമ്മശക്തി തിരികെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അമ്മയുടെ നാവിൽ നിന്ന് തന്നെ അറിയണം ജാനിയടുത്തിൻ്റെ അച്ഛനാന്നുള്ള ആരാന്നുള്ള സത്യം. ഇത് കേട്ടപ്പോൾ ജാനകി ഒന്ന് ഞെട്ടി. അച്ഛനാരാന്നുള്ള സത്യം ഓൾറെഡി അറിയാലോ, പക്ഷെ അത് നിരഞ്ജനോട് ഇപ്പം പറയാൻ പറ്റില്ല. പിന്നീട് നിരഞ്ജന പറഞ്ഞു, അങ്ങനെ അറിഞ്ഞു കഴിയുമ്പോൾ ജാനിയടുത്ത് എന്നോടൊന്ന് പറയണം. എന്തിനാണെന്നറിയാവോ, അയാൾക്കെതിരെ നമുക്ക് കേസ് കൊടുക്കണം. ഒരു കാരണവശാലും അയാളെ വെറുതെ വിടില്ല. ആ കേസ് ബാധിക്കുന്ന ആൾ ഈ നിരഞ്ജന ഉണ്ണിത്താനായിരിക്കും എന്ന് പറയാം. ഇത് കേട്ടപ്പം ജാനകി പറഞ്ഞു, അല്ല കേസ് കൊടുക്കുന്നതൊക്കെ ഓക്കെ, പക്ഷെ ഒരു കാര്യമുണ്ട്. ഒരു പക്ഷെ അയാൾ പ്രബലനാണെങ്കിലോ, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയുള്ള ഒരാളല്ല അയാളെങ്കിലോ, അയാൾക്ക് ഈ കേസ് നടത്താനുള്ള പ്രാപ്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലോ, എത്ര വലിയ കൊമ്പനാണെങ്കിലും ഇതേ ജാനിയടുത്തേക്ക് ഈ വാക്ക് തരുക, അയാളെ ഞാൻ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നിരിക്കും. ഇത്രയും കാലം ജാനിയടുത്തെ അമ്മയെ കണ്ണീര് കുടിപ്പിച്ച് അയാളെ ഞാൻ വെറുതെ വിടത്തില്ല എന്ന് പറയണം. ഈ നിരഞ്ജന വിശ്വാസമില്ല ജാനിയടുത്തിന് നിൽക്കും, എനിക്ക് വിശ്വാസം ഉണ്ടെന്ന് പറയാം. ആ സമയം ജാനകി ഓർത്തു, എങ്ങനെ തമ്പിയുടെ പേര് പറയുന്നത്, പേര് പറയാൻ പറ്റില്ലല്ലോ. പിന്നീട് ജാനകി പറഞ്ഞു, സാരമില്ല, കുറച്ചാൾ കഴിയുമ്പോഴത്തേനും അമ്മയ്ക്ക് ചിലപ്പം ബോധമൊക്കെ ഉണ്ടാവുമായിരിക്കും, ഓർമ്മശക്തിയൊക്കെ തിരികെ കിട്ടുമായിരിക്കും. അങ്ങനെ അമ്മയെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ തന്നെ ഞാൻ വിചാരിക്കണമെന്ന് പറയണം. ജാനടുത്ത് ധൈര്യമായിട്ടിരിക്കാം, ഇനിയിപ്പോൾ അധിക സമയം ഇവിടെ നിൽക്കണില്ല എന്നൊക്കെ പറയണം. പൊന്നൂസ് പറഞ്ഞു, നമുക്ക് കുറച്ചുകൂടെ കഴിഞ്ഞ് പോയാൽ പോരെ ചെറിയമ്മയെന്ന് ചോദിക്കാം. അതേ അതേസമയം താമസിക്കാൻ പറ്റില്ല, ചെറിയമ്മയ്ക്ക് കുറേ ചെന്നിട്ട് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയണം. നാളെ കോടതിയിൽ പോകാനുള്ളതാ. പൊന്നൂസിന് പിന്നെ കാണാൻ ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടാ പൊന്നൂസെ അമ്മയുടെ അടുത്തേക്ക് ഉണ്ടെന്നേന്ന് പറയണം. അത് കേട്ടപ്പോൾ ജാനകി പറഞ്ഞു, പൊന്നൂസേ ഇതേ ചെറിയമ്മ പറയുന്നത് കേൾക്കണം കേട്ടോ, അവിടെ ചെന്നിട്ടാണെങ്കിൽ പിന്നെ ഇവിടെ വന്നതോ എന്നെ കണ്ടതോ അമ്മമ്മയെ കണ്ടതോ കാര്യമൊന്നും ആരോടും പറയരുതെന്ന് പറയണം. ഇത് കേട്ടപ്പോഴാണ് പൊന്നൂസ് ആ കാര്യം പറയണേ. അതെ എന്നോട് അപർണ ചെറിയമ്മ കഴിഞ്ഞ ദിവസം ചോദിച്ചായിരുന്നു എങ്ങോട്ടാ നമ്മൾ പോയത്, അമ്മ എവിടെയാ എന്താ ഏതാന്നൊക്കെ. എന്നിട്ട് പൊന്നൂസ് എന്ത് പറഞ്ഞു, ഞാൻ പറഞ്ഞു മൂന്നാറിന് പോയെന്ന്. ഇത് കേട്ടത് ജാനകി ചിരിച്ചു. നിരഞ്ജന പറഞ്ഞു, അല്ലെങ്കിലും ഇവള് കുറച്ച് ബുദ്ധിമതിയാണ്, ഇവളതുകൊണ്ടല്ലേ കാര്യങ്ങളൊന്നും പറയായിരുന്നേ. ജാനകി പറഞ്ഞു, ഞാൻ മോളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, ആരോടും ഒരു കാര്യങ്ങളും തുറന്നു പറയരുതെന്ന്. ഇത് കേട്ടതും നിരഞ്ജനോട് നല്ല കാര്യമായി. അപർണ എന്നാലും ഇത്തിരി ഇല്ലാത്ത ഈ കുഞ്ഞിനെ പോലും വെറുതെ വിട്ടില്ലോ, ഇവളോട് വരെ കാര്യങ്ങളൊക്കെ തിരക്കില്ലെന്ന് ചോദിക്കും. അവളുടെ സംശയബുദ്ധി അങ്ങനെയാണ്, അവൾ സത്യം കണ്ടെത്താൻ വേണ്ടി നടക്കുവാണ്. പക്ഷെ സൂക്ഷിച്ചില്ലെങ്കിൽ പണി കിട്ടാൻ നമുക്കിട്ടായിരിക്കും എന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഒരു നിമിഷം ആലോചിച്ചിട്ട് നിരഞ്ജന പറഞ്ഞു, അപ്പോൾ അവൾ അറിഞ്ഞാൽ എന്താ കുഴപ്പം, ജാനിയടുത്തിന് അമ്മയാന്നുള്ള കാര്യം. ഇത് കേട്ടാൻ ജാനകി കഴിഞ്ഞ്, വേണ്ട ഇപ്പോഴാരും അറിയാൻ പോണ്ട, കുറച്ച് കഴിയട്ടെ, എൻ്റെ അമ്മ സ്വഭാവത്തിലേക്ക് വന്നതിന് ശേഷം മാത്രം മതി, അല്ലെങ്കിൽ അവരെല്ലാം എന്നെ കളിയാക്കും. എവിടുന്നോ വന്ന് വലിഞ്ഞു കയറി വന്നൊരു സ്ത്രീയെ പിടിച്ചു കയറ്റി അമ്മയുടെ സ്ഥാനത്ത് കൊണ്ടുവച്ചിരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ എന്തിനാ നിരഞ്ജന നമ്മൾ വേറെ ഇരിക്കുന്ന പാമ്പിനെ എടുത്ത് വെച്ച് കടി മേടിക്കുന്ന കാര്യമുണ്ടോ, അതിൻ്റെ ആവശ്യമില്ലെന്ന് പറയാം. നിരഞ്ജന പറഞ്ഞു, അതൊരു കണക്കിന് ശരി തന്നെയാണ്, കാരണം അപർണയുടെ സ്വഭാവം അത്രയ്ക്ക് നല്ല സ്വഭാവമാണല്ലോ, അതുകൊണ്ട് സൂക്ഷ്യം കണ്ട് നിന്നില്ലെങ്കിൽ എവിടുന്നാ പണി വരുന്നതെന്ന് പറയാൻ പറ്റില്ലെന്ന് പറയണം.
അങ്ങനെ കുറച്ച് സമയം കൂടെ സംസാരിച്ചിരുന്നതിന് ശേഷം പൊന്നൂസിനെയും കൂട്ടി നിരഞ്ജന പോവാണ്. പൊന്നൂസ് അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും രാധാമണിക്ക് വല്ലാത്ത സങ്കടമായിപ്പോയി. രാധാമണി ഇങ്ങനെ ചുറ്റും നോക്കുകയാണ്. പൊന്നൂസിൻ്റെ സാന്നിധ്യം രാധാമണി കുറേ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെന്ന് പെട്ടെന്ന് തന്നെ ജാനകി തിരിച്ചറിയുമായിരുന്നു. കാരണം പൊന്നൂസ് ഇവിടെ ഉണ്ടെങ്കിൽ അമ്മയുടെ മുഖത്തൊരു തെളിച്ചവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പോകുന്ന സമയത്ത് പൊന്നൂസ് അമ്മ ഞാൻ പോയിട്ട് വരാം, ഇനി ഞാൻ വരുമെന്നൊക്കെ പറഞ്ഞ് ടാറ്റോ കൊടുത്തിട്ടാണ് പോണേ. ആ സമയത്ത് അവരുടെ മുഖത്തൊരു തെളിച്ചുണ്ടായിരുന്നത് മായെന്ന് പെട്ടെന്ന് ജാനകി ശ്രദ്ധിച്ചു. രാധാമണി വരസരുടെ ഇങ്ങനെയാണെങ്കിൽ അമ്മയിൽ നല്ല മാറ്റം ഉണ്ടാവും. അമ്മയ്ക്ക് ഇപ്പം തന്നെ നല്ല മാറ്റമാണല്ലോ കണ്ടുവരുന്നേ. ആ ഒരു ചിന്ത വന്നു കഴിഞ്ഞപ്പോഴത്തേനും ജാനകിക്ക് സന്തോഷമായി. ഈ സമയം അബി ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം നല്ലൊരു പണി തന്നെയാണ് തമ്പിക്കിട്ട് കൊടുത്തേക്കുന്നത്. അപ്പോഴേക്കും അമൽ അങ്ങോട്ടേക്ക് വന്നു. അമൽ വന്നിട്ട് അബിയോട് ചോദിച്ചു, അല്ല അബിയേട്ടാ, എനിക്ക് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കണമെന്ന് പറയാം. എന്താടാ? അതെ, സംസാരിക്കാനുള്ള വേറൊന്നുമല്ല. ഇന്ന് ആ തമ്പിയോട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ, ഒരു വിശ്വം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. എന്താ അബിയേട്ടാ എൻ്റെ കാര്യം എന്താ? അബിയേട്ടൻ എന്തിനാ അങ്ങനെയൊക്കെ പറഞ്ഞെന്ന് ചോദിക്കുക. അയാളെന്തോ ആ വിശ്വം എന്നുള്ള പേര് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ പേടിച്ച് വരച്ചു പോയെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ അബി പറഞ്ഞു, അത് അയാൾക്കൊട്ടൊരു പണി കൊടുത്തല്ലേന്ന് പറയണം. പണി എന്ത് പണി? അതെ, ജാനകിയുടെ പുറകെ അയാൾ പോകാതിരിക്കാൻ വേണ്ടി കൊടുത്ത പണിയാന്ന് പറയണം. അല്ല, ജാനിയടുത്ത് സത്യത്തിൽ ഇത് എങ്ങോട്ടാ പോയത്? ജോലിക്ക് പോയതാന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ അത്ര അങ്ങോട്ട് വിശ്വസിക്കുന്നില്ല. എന്തോ രഹസ്യങ്ങൾ അബിയേട്ടനെ ഒളിച്ചു വെക്കുന്നുണ്ട്. കാര്യം എന്താ വെച്ചാൽ തുറന്നു പറയുന്നു പറയണം. ഇത് കേട്ടതാണ് അബി ആ കാര്യങ്ങൾ പറയണേ. അത് മറ്റൊന്നുമല്ല, നിന്നോടായതുകൊണ്ട് എനിക്ക് സത്യങ്ങൾ തുറന്നു പറയാം. പക്ഷെ ഒരു കാരണവശാലും അപർണയായിട്ട് വഴക്കുണ്ടാക്കിയപ്പോഴും നീ ഈ കാര്യങ്ങളൊന്നും അപർണയുടെ അടുത്ത് വിളിച്ചു പറയരുതെന്ന് പറയാം. അല്ല, കാര്യം എന്താണെന്ന് വെച്ചാൽ പറയാം ബേട്ട. അത് പിന്നെ ജാനകി പോയിരിക്കുന്ന അവളുടെ അമ്മയുടെ അടുത്തേക്കാന്ന് പറയണം. ജാനിയടുത്ത് അമ്മയെ കണ്ടോ എന്നൊക്കെ ചോദിക്കുക. അതെ, ജാനകി അമ്മയെ കണ്ടെന്ന് പറയാം. ഇത് കേട്ടോ അമലിന് സന്തോഷമായി. എന്നിട്ടോ അമ്മ എന്താ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാത്തേ നിൽക്കും. അതെ, പെട്ടെന്ന് കൂട്ടിക്കൊണ്ട് വരാൻ പറ്റുന്ന കണ്ടീഷനല്ല. അവർക്ക് ഇച്ചിരി വൈകാരികം കാര്യങ്ങൾ ഉണ്ട്. അവർ മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് കാര്യങ്ങളൊക്കെ പറയണം. അതുകൊണ്ട് അവരെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാൻ പറ്റാത്തതെന്ന് പറയാം. ഇത് കേട്ടപ്പോൾ അമൽ പറഞ്ഞു, ഷോ അത് കഷ്ടമായി പോയല്ലോ. എന്താണെങ്കിലും ജാനിയടുത്ത് അമ്മയെ കണ്ടെത്തിയതല്ലേ, എനിക്കും കാണാനായിട്ട് ആഗ്രഹമുണ്ട് ജാനിയടുത്ത് അമ്മ എങ്ങനെയായിരിക്കും എന്ന്. ഇത് കേട്ടത് അബി പറഞ്ഞു, കാണാനൊക്കെ നല്ല സ്മാർട്ടായെന്ന് തോന്നേ ചെറുപ്പത്തിൽ. ഇപ്പോഴും കാണാൻ നല്ല ഭംഗിയുണ്ട്, നല്ല ഐശ്വര്യം ഉണ്ടെന്ന് പറയാം. അധികം വൈകാതെ ഉണ്ടോ അവർക്ക് ഓർമ്മശക്തിയെ തിരികെ കിട്ടിക്കഴിയുമ്പം അവർ ഈ അളകാപുരിയിലേക്ക് ഞാൻ കൊണ്ടുവരും അമലെ. അപ്പം നിനക്ക് കാണാമെന്നൊക്കെ പറയണം. ഇത് കേട്ട അമല് പറഞ്ഞു, ശരി, അങ്ങനെയെങ്കിൽ കുഴപ്പമില്ല. എന്നാലും എനിക്കൊരു സന്തോഷമുള്ള കാര്യമാണ്. ഇത് അപർണ ഒരിക്കലും അറിയാനും പോകുന്നില്ലെന്ന് പറയാം. എനിക്കറിയാം അപർണ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു പരിപാടി ഒപ്പിക്കും എന്നുള്ള കാര്യം. പക്ഷേ അമലിന് അറിയത്തില്ല തമ്പിയുടെ മോളാണ് ജാനകി എന്നുള്ള കാര്യം. ആ സമയത്ത് നിരഞ്ജനയും പൊന്നും കൂടെ പിന്നീട് വീട്ടിലേക്ക് വരുവാണ്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ അപർണയ്ക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ടായി. കാരണം നിരഞ്ജന പൊന്നൂസിനെയും കൂട്ടി എങ്ങോട്ടാണ് പോയേക്കുന്നത്? അങ്ങനെ പോക്ക് പതിവുള്ളതല്ല. പിന്നീട് നിരഞ്ജനോട് പോയി ചോദിക്കുന്നുണ്ട്, നീ ഇവളെ കൊണ്ട് എങ്ങോട്ടാ പോയെന്ന്. ഇത് കേട്ടതും നിരഞ്ജന പറഞ്ഞു, അത് ഞാൻ പുറത്തൊരു ഔട്ടിങ്ങിന് പോയതാ. എങ്ങോട്ട് ഔട്ടിങ്ങിന്? എന്നിട്ടൊന്നും കയ്യിലൊന്നും പർച്ചേസ് ചെയ്ത സാധനങ്ങളൊന്നും ഇല്ലെന്ന് പറയാം. അതിന് ഞാൻ കടയിൽ കയറി പർച്ചേസ് ചെയ്യുന്ന ആരാ പറഞ്ഞേ? ഞാനും പൊന്നൂസിനൊക്കെ കുറേ യാത്ര ചെയ്തു. പൊന്നൂസിന് ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ മേടിച്ചു കൊടുത്തു. ഞങ്ങൾ ഇങ്ങോട്ട് വന്നെന്ന് പറയണം. ഇത് കേട്ടത് അപർണ നേരെ പൊന്നൂസിനടുത്ത് എന്നിട്ട് ചോദിച്ചു, സത്യമാണോ പറയണമെന്ന് ചോദിക്കുക. ഞാൻ എന്തിനാ കള്ളത്തരം പറയണേ? ചെറിയമ്മ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണെന്ന് പറയണം. ഇതും പറഞ്ഞിട്ട് പൊന്നൂസ് നിരഞ്ജനയെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, ബാ ചെറിയമ്മേ, നമുക്ക് മുകളിലത്തെ മുറിയിലേക്ക് പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവാണ്. ഈ സമയം നിരഞ്ജന ഒന്ന് തിരിഞ്ഞ് അപർണയെ നോക്കിയൊരു ചിരി ഇരിക്കുകയാണ്. ഒരു കൊലച്ചിരി അങ്ങോട്ട് ചിരിക്കുകയാണ്. കാരണം ഇതൊരിക്കലും അപർണ പ്രതീക്ഷിച്ച കാര്യമല്ല. കാരണം നിരഞ്ജനോട് സത്യം ചോദിച്ചാൽ അവൾ സത്യങ്ങളൊക്കെ തുറന്നു പറയുന്നു പ്രതീക്ഷിച്ചിരുന്ന. പക്ഷെ അതൊന്നും ഉണ്ടായില്ല. ഇനിയിപ്പോൾ അത് പറയാനും പോകുന്നില്ലെന്ന് മനസ്സിലായി. അവളുടെ മനസ്സിൽ എന്തോ ഒരു കാര്യമുണ്ട്. അവൾ എന്തൊക്കെയോ ഒളിപ്പിച്ച് വെക്കുന്നുണ്ടെന്നുള്ള കാര്യം നല്ല വ്യക്തതയോടുകൂടി തന്നെ അപർണയ്ക്ക് മനസ്സിലാവുകയാണ്. എന്താ ഏതാണെന്നും അറിയത്തില്ല. എന്തൊക്കെയോ എല്ലാവരും കൂടെ ചേർന്ന് ചില കള്ളകളികളും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അതറിയണമെങ്കിൽ ഇവിടെ നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ടൊരു ധാരണ വേണം എന്നൊക്കെ അപർണ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്. ആ സമയത്ത് അമ്മൻ്റെ ഉള്ളിലെ ടെൻഷൻ വേറൊന്നായിരുന്നു. കാരണം എങ്ങാനും അപർണ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ വെറുതെ ഇരിക്കില്ല. ആ തമ്പി അയാളെ ചിലപ്പോൾ ഇറങ്ങി പുറപ്പെടും. ഒരു കാരണവശാലും അത് പാടില്ല. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ജാനിയടുത്തേക്ക് ഒരിക്കലും ജാനിയടുത്തെ അമ്മയും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാൻ പറ്റില്ല. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തേ മതിയാവുള്ളൂ. അവളെയും ബ്ലോക്ക് ചെയ്യണം എന്നൊക്കെ തീരുമാനിച്ചുകൊണ്ട് അമ്മൻ്റെ മുറിയിലേക്ക് കയറി ചെല്ലുവാണ്. ഈ സമയം ആകെപ്പാടെ പിടിവിട്ട നിലയിൽ അപർണ ഇരിക്കുന്നുണ്ട്. അപർണയ്ക്ക് പല സംശയങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നിരഞ്ജനെക്കുറിച്ചും പൊന്നുവിനെക്കുറിച്ചും ഒക്കെ. പിന്നീട് തൻ്റെ സംശയങ്ങളും കാര്യങ്ങളൊക്കെ അമലിനോട് പറഞ്ഞു കഴിയുമ്പോഴത്തേനും അമൽ അവിടെ ഇട്ട് ചീത്ത പറയുന്നുണ്ട്. നിനക്ക് എന്തിൻ്റെ കട? നിനക്ക് നിൻ്റെ കാര്യം നോക്കിയാൽ പോരെ, നീ എന്തിനാ മറ്റുള്ളവരുടെ കാര്യത്തിൽ തലയിടുന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഭയങ്കരമായിട്ട് ചീത്ത പറയണം. അവസാനം വേറെ ഗത്യന്തരം ഇല്ലാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും അപർണ മുറിയിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങി പോവാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.